മാഡം, സാറ് വീട്ടിലില്ലേ? ഇല്ലല്ലോ. അദ്ദേഹം നാട്ടിൽ പോയിരിക്കാണല്ലോ. പറഞ്ഞോളൂ, എന്താ കാര്യം? മാഡം, ഞാൻ സാറിനോട് കാശ് കുറച്ച് കടം ചോദിച്ചിരുന്നു. ഇന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ടാ വന്നത്. ആണോ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്യട്ടെ. ആ, ശരി മാഡം. ഏട്ടാ, ആ, നിങ്ങളെ കാണാൻ ഒരാള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് കുറച്ച് കാശ് കടം കൊടുക്കാന്ന് പറഞ്ഞിരുന്നോ? ആ, അയാളുടെ പേരെന്താന്ന് ചോദിച്ചേ? ഒരു മിനിറ്റ് ചോദിക്കട്ടെ. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് കാർത്തിക്കാണ്. ആഹാ, ഏട്ടാ പേര് കാർത്തികാന്നാ പറയുന്നേ. ഓ, കാർത്തിക്കോ? ഉം, ആ, ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഹാ. ശരി, നീ ഒരു കാര്യം ചെയ്യേ. അവന് ഒരു 20,000 രൂപ എടുത്ത് കൊടുത്തേക്ക്. കാശ് കൊടുക്കുന്ന മുമ്പായിട്ട് അവന്റെ കയ്യിൽ നിന്ന് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് മേടിച്ചേക്കേ, കേട്ടല്ലോ? ആ, ഓക്കെ ഏട്ടാ. അതിരിക്കട്ടെ, പണം എവിടെ വെച്ചിരിക്കുന്നേ? എന്താടി, ആ കബഡ് തന്നെയുണ്ട് കാശ്. നീ എന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നത്? ആ, ശരി ശരി. അല്ല, നിങ്ങൾ തിരിച്ചു വരാൻ എത്ര ദിവസം എടുക്കും? ഞാൻ നാളെ ഈവനിങ് ഇവിടുന്ന് പുറപ്പെടും. ഉം ഹും. നാളെ കഴിഞ്ഞ് രാവിലെ ഞാൻ ഇവിടെ എത്തും. ഓക്കെ? ആ, ഓക്കെ ഏട്ടാ. ശരി എന്നാ വെക്കട്ടെ. ബൈ. അതെ, നിങ്ങൾ അകത്തേക്ക് വാ. ഓക്കെ മാഡം. ഇങ്ങോട്ടിരിക്കൂ. ഉം. ഈ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങളുടെ ഒരു ഒപ്പ് വേണം. തരും മാഡം. ആ എമൗണ്ട് ഒന്ന് നല്ലോണം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒപ്പിട്ടാ മതിയാവും കേട്ടോ. ഇല്ല, സാരില്ല മാഡം. ഈ കാശിന്റെ ഇൻട്രസ്റ്റ് എത്രയെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയാം മാഡം. അത് കുറച്ച് കൂടുതലല്ലേ? അതെ മാഡം. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറൊന്നും ചെയ്യാൻ കഴിയില്ല മാഡം. എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ടാ. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത്? ഞാൻ പച്ചക്കറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഡം. ആണല്ലേ. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും ഇൻട്രസ്റ്റില് കാശ് കടം വാങ്ങാൻ നിൽക്കുന്നത്? സമയത്തിന് നിങ്ങൾക്ക് ആ കാശ് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പലിശയ്ക്ക് മേലെ പലിശ കൂട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കയ്യിൽ സ്വർണം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് ബാങ്കിൽ വെച്ചിട്ട് ഗോൾഡ് ലോൺ എടുക്കായിരുന്നല്ലേ. അങ്ങനെ ചെയ്യാണ്ട് ഇത്രയും ഇൻട്രസ്റ്റിന് എന്തിനാ കാശ് കടം വാങ്ങുന്നത്? എല്ലാം ശരിയാണ് മാഡം. പക്ഷെ ഞാൻ എന്താ ചെയ്യുക? എൻ്റെ അടുത്ത് സ്വർണ്ണമൊന്നുമില്ല. സമ്പാദിക്കുന്നത് മുഴുവനും എല്ലാം പലിശയ്ക്ക് തന്നെ പോകും. ഞങ്ങളുടെ വീട്ടിൽ ശാപ്പാടിന് തന്നെ വളരെ കഷ്ടമാണ്. ശരി ശരി. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാ, കടം വാങ്ങിക്കഴിഞ്ഞാ പിന്നെ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും കടം വാങ്ങാണ്ട് ജീവിക്കാൻ പഠിക്കണം കേട്ടോ. ശരി മാഡം. മാഡം, എനിക്കൊരു ഡൗട്ട് നിങ്ങളോട് ചോദിക്കട്ടെ? എന്ത് ഡൗട്ടാണ്? ചോദിച്ചോളൂ. മാഡം, അധിക പലിശയ്ക്ക് കാശ് തരുന്നത് നിങ്ങളുടെ ഭർത്താവല്ലേ? പലിശക്കാശ് ശരിക്ക് തന്നില്ലെങ്കിൽ പലിശയുടെ മേലെ പലിശ ഇടുമെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിനോട് സംസാരിച്ച് ഇതുപോലെ കൂടുതൽ പലിശയ്ക്ക് കാശ് കൊടുക്കരുതെന്ന് പറഞ്ഞോടെ? ഞാൻ പലതവണ സംസാരിച്ചു നോക്കിയതാ. അദ്ദേഹം ഞാൻ പറയുന്ന കേൾക്കാറേ ഇല്ല. സ്വന്തം ഇഷ്ടത്തിന് മാത്രമേ അങ്ങേര് ചെയ്യൂ. പലിശയ്ക്ക് കൊടുക്കുന്നത് ഒരു തൊഴിലാണെന്ന് വാചകം അടിച്ചോണ്ടിരിക്കും. ശരിയെന്നാ, ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കടം വാങ്ങിക്കാണ്ട് ജീവിക്കാൻ നോക്ക്. നിങ്ങളായിരിക്കും പിന്നെ ബുദ്ധിമുട്ടുക. മനസ്സിലായോ? ശരി മാഡം. പലിശ മാത്രം കൃത്യസമയത്ത് അടച്ചോളണം. അല്ലെങ്കിൽ അങ്ങേര് വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ മാഡം. നിങ്ങളെ കാണാൻ വളരെ നല്ലവരെ പോലെയുണ്ട്. ഞാനെന്നാ പോയിട്ട് വരാം മാഡം. ശരിയെന്നാ, പോയിട്ട് വരൂ. ഹലോ. സർ, നിങ്ങൾ പേപ്പറിൽ പാചകത്തിന് ആളെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? അതിനാണ് ഞാൻ വിളിച്ചത്. ഓ, ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇനി പറ. അതാണ് സർ, ഇന്ന് രാവിലെ പാചകത്തിന് ആള് വേണമെന്ന് ആഡ് കൊടുത്തിരുന്നില്ലേ? അതിനു വേണ്ടിയാ വിളിച്ചത് സർ. ഓ, ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് കുക്കിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട് സർ. ഞാൻ 8 വർഷത്തോളം ഒരു വീട്ടിലായിരുന്നു സർ. പിന്നെ എന്തിനാ അവിടുന്ന് വിട്ടു പോരുന്നത്? ഇല്ല സർ, എനിക്ക് അവര് ടൈമിംഗ് സെറ്റ് ആവുന്നില്ല. ഓ, ഓക്കെ. നിങ്ങൾ വെറൈറ്റി ഡിഷസ് ഒക്കെ ചെയ്യുമോ? ആ ചെയ്യും സർ, എനിക്ക് എല്ലാ പാചകവും നന്നായി അറിയാം. ശരി, നിങ്ങൾക്ക് മാസം എത്ര ശമ്പളം വേണം? സാർ, അത് സാറ് തന്നെ എന്തെങ്കിലും നോക്കിയും കണ്ടൊക്കെ തന്നാ മതി സർ. ശരി, ഞാൻ നിങ്ങൾക്ക് എൻ്റെ അഡ്രസ്സ് പറഞ്ഞുതരാം. ആ അഡ്രസ്സിലേക്ക് വന്നാൽ മതി. ഇവിടെ വന്നതിന് ശേഷം നേരിൽ സംസാരിച്ച് സാലറി ഫിക്സ് ചെയ്യാം. ഓക്കെ സർ. എപ്പോഴാ ഞാൻ വരേണ്ടത്? ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. ഒരു മിനിറ്റ്. ആ? എൻ്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്തോ. ആ, പറഞ്ഞോളൂ സർ. ഹൗസ് നമ്പർ 17, ലക്ഷ്മി നിലയം, ഗാന്ധി നഗർ, പെരുമ്പനച്ചി. ആ, ഓക്കെ സർ. അങ്ങോട്ട് എത്തിക്കോളാം സർ.
സർ 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 പേപ്പറിൽ പാചകത്തിന് ആളെ വേണമെന്ന് ചോദിച്ചിരുന്നില്ലേ? അല്പം മുമ്പ് ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ, നിങ്ങളാണോ? അകത്ത് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ സർ. ഇരിക്കൂ. ഇല്ല സർ, സാരമില്ല, സാർ ഇരിക്കൂ, ഞാൻ ഇവിടെ നിന്നോളാം. സാരമില്ല, നിങ്ങൾ ഇരുന്നോളൂ, കുഴപ്പമില്ല. ഉം. ഇരിക്കേ. സാർ നേരിട്ട് വന്ന സാലറിയെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല സർ, എനിക്ക് അതൊന്നും അറിയില്ല. നിങ്ങളിവിടെ പാചകത്തിനല്ലേ ആളെ ചോദിച്ചത്? ദേ നോക്ക്, ഞാനൊരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. അതിലൊരു ഹീറോയിൻ ക്യാരക്ടർ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഏത് ഹീറോയിനെയാണോ അന്വേഷിക്കുന്നത്, ശരിക്കും നിങ്ങൾ അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് എന്റെ പടത്തിൽ ഹീറോയിനായിട്ട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താ, നിങ്ങൾക്ക് അഭിനയിക്കാൻ സമ്മതമാണോ? എന്താ സർ, ഞാനൊക്കെ ഹീറോയിനോ? ഞാൻ പാചകവേലക്കല്ലേ ഇങ്ങോട്ട് വന്നത്. അതെ, നിങ്ങൾ ആ പണിക്കാണ് ഇവിടെ വന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ്. ഇത് മിസ് ചെയ്യരുത്. നിനക്കൊരു നല്ല ഫ്യൂച്ചർ കിട്ടാൻ പോവുക. സർ അത് പിന്നെ ദേ ഇങ്ങോട്ട് നോക്ക്, നീയാണ് എന്റെ മൂവിയിലെ ഹീറോയിൻ. ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു മിനിറ്റ്, നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. ഉം, ഇത് അഡ്വാൻസ്. നീയാണ് എന്റെ മൂവിയിലെ ഹീറോയിൻ. ഉം. ഉം, അപ്പൊ സാറ് പറഞ്ഞതൊക്കെ സത്യാണോ സർ? സത്യം തന്നെ. ഇതിൽ 1,00,000 രൂപയുടെ ചെക്കുണ്ട്. സർ, സംഭവിക്കുന്നതൊക്കെ കാണുമ്പോ ഒരേ സ്വപ്നം പോലെയുള്ളത്. ഞാൻ ഇവിടെ കുക്കിങ്ങിന് വന്നതാ, എന്നാൽ നിങ്ങൾ എന്നെ ഹീറോയിൻ ആക്കാന്ന് പറയുന്നു. ഇവിടെ ഹീറോയിൻ ആകാനുള്ള ആഗ്രഹത്തോടെ ഒരുപാട് പേരുണ്ട്, എന്നാൽ അവർക്കൊന്നും അവസരം കിട്ടുന്നില്ല. എന്നാൽ ഞാനൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് അവസരം കിട്ടി. ഇതായിരിക്കും ഭാഗ്യമല്ലേ? അപ്പൊ ഓക്കെ, നീ റെഡി ആയിട്ടിരിക്കേ. നമ്മുടെ മൂവിയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ സർ, താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. എന്നാ ഞാൻ പുറപ്പെടട്ടെ. ശരി. ഉം. ഉം. ഡാ, ഈ വീട് നീ എങ്ങനെ അറിഞ്ഞു? ആരും അറിയാതെ കല്യാണം കഴിച്ചിട്ട് വന്നാല് നിന്നെ കണ്ടെത്താൻ കഴിയില്ലെന്ന് വിചാരിച്ചോ? 3 കൊല്ലമായിട്ട് എന്നെ സിൻസിയറായി പ്രണയിച്ചിട്ട് ഇപ്പൊ വേറൊരുത്തനെ കല്യാണം കഴിച്ചിരിക്കുവാണല്ലേ? ഇതെല്ലാം നിനക്കെന്നെ ശരിയും തോന്നുന്നുണ്ടോ? എടാ, എന്റെ വീട്ടുകാരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടതടാ. 1 മാസത്തോളം എന്നെ വീട്ടില് പൂട്ടിയിട്ടിരിക്കായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ഫോണും തട്ടിപ്പറിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നും പറയാൻ പറ്റാണ്ടായത്. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കില്ല എന്നാ പറഞ്ഞത്. അതിന് എന്റെ വീട്ടുകാരെ സൂസൈഡ് ചെയ്യുന്നു പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, അറിയാവോ? അതുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. നിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നീ പറഞ്ഞതെല്ലാം ശരിയാ. പക്ഷെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, എന്റെ ഭർത്താവ് കടയിൽ നിന്ന് ഇപ്പൊ വരാനുള്ള സമയമായി. അങ്ങേരി വരുമ്പോ നീയും ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ട വലിയ പ്രശ്നമാവോടാ. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാവോ? എന്റെ ഭർത്താവ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങേരി പോയതിനു ശേഷം ഞാൻ നിന്നെ കാണാൻ വരാം, കേട്ടോ? അയ്യോ, ആരാ ഇവൻ? എന്തൊന്നും ഉണ്ടായിരിക്കുന്നേ? അത് പിന്നെ നിന്നോട് ചോദിച്ചത് ആരാ ഇവനെന്ന്? എത്ര പ്രാവശ്യമായിട്ട് ചോദിക്കുന്നു, നീ എന്താ മറുപടി പറയുന്നത് സ്വാതി? ആരാ ഇവൻ? ഏട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഇവന് 3 കൊല്ലത്തോളം ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ എന്റെ അച്ഛനും അമ്മയും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. നിങ്ങളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവര് സൂസൈഡ് ചെയ്യുന്നു പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച്. കല്യാണത്തിന് ശേഷം ഞാൻ ഇവനോട് സംസാരിച്ചിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾക്ക് ശേഷം എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അഡ്രസ്സും കണ്ടുപിടിച്ച് ഇവൻ ഇവിടം വരെ എത്തിയേട്ടാ. എന്തടി ഇത്? നിങ്ങൾ തമ്മിൽ ശരിക്കും പ്രേമമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇവനായിട്ടുള്ള പ്രേമം നിനക്ക് പറയാൻ മേലായിരുന്നോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസത്തിന് ശേഷം വരികയെന്ന് പറയുമ്പോ അതിലെന്താടി ഈ ന്യായം? സോറി ഏട്ടാ, എനിക്ക് എന്ത് മറുപടി തരണമെന്ന് അറിയില്ല. നിങ്ങളെങ്കിലും പറ, ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണെ ഇങ്ങനെ തനിച്ച് വീട്ടിൽ നിന്ന് കാണുന്നത് ശരിയായ കാര്യമാണോ? സ്വാതി, ഒരുപക്ഷെ ഇവനോട് ജീവിക്കുന്നതാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ നീ എന്നോട് തുറന്നു പറ. നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം ഞാൻ നടത്തി തരാം. സത്യം ഞാൻ പറയുന്നേ. നിങ്ങൾക്ക് ഇവളെ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. ഒരാളെ പ്രേമിച്ചിട്ട് വേറൊരാളോട് ജീവിക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേണ്ട സാർ,
അതെല്ലാം തെറ്റാണ്. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരോടും ദേഷ്യമുണ്ടെന്നത് സത്യമാണ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ വളരെ നല്ലവരെ പോലെയുണ്ട്. എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു ജോലി പോലും ഇല്ല. അതുകൊണ്ട് ഇവളുടെ വീട്ടുകാർ എനിക്ക് ഇവളെ കല്യാണം കഴിച്ചിരാത്തത്. നിങ്ങൾക്കൊരു നല്ല ജോലിയുണ്ട്, നിങ്ങൾ ഇവളെ നല്ലോണം നോയിക്കോളും. അതുകൊണ്ട് ഇവൾ നിങ്ങളുടെ കൂടെ ഇരിക്കണതാണ് ശരി. ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ പ്രണയം മറന്നേക്കാം സാർ. നീയും എന്നെ മറന്നേക്ക് സ്വാതി. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. സോറി സാർ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വരില്ല. ബൈ സാർ. സോറി ഏട്ടാ, ഉം. അവനിങ്ങനെ പെട്ടെന്ന് വീട്ടിൽ കയറി വരുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്നോട് ക്ഷമിക്കണം ഏട്ടാ. സാരല്ല, അത് പോട്ടെ. ലൈഫിൽ പ്രേമിക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും എന്നോട് ഓപ്പണായിട്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ നല്ലതായിരിക്കും. എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരാമോ? ശരി ഏട്ടാ, നിങ്ങൾ ചെന്ന് ആദ്യം ഫ്രഷപ്പ് ആയിട്ട് വാ. ആ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം.